നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിന് അവിടെ നിന്നും വിജയിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അതിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് പലതരം വീക്ഷണങ്ങളും പലതരം ചർച്ചയും. സത്യത്തിൽ നിലമ്പൂർ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്? നിലമ്പൂർ ശരിക്കും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ദിശാസൂചിക കാണിക്കുന്ന ഒരു ഇലക്ഷനും തന്നെയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഇവിടെ പ്രധാനമായിട്ടും 2 വിജയങ്ങളാണ്. അവരുടെ കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ടു പോയ ആര്യാടൻ മുഹമ്മദിലൂടെ 1/4 നൂറ്റാണ്ടായി നിലനിർത്തി പോന്ന സീറ്റ് മകനിലൂടെ തിരിച്ചു പിടിച്ചു. ഇവിടെ UDFന് ഒരു വിജയമുണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ PV അൻവറും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 19,000-ലേറെ വോട്ട്, എന്നാൽ 19,760 വോട്ട് പിടിച്ചു. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിൻ്റെ ഈ വോട്ട് അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, മതപാർട്ടിയുടെയും ഇല്ല, സാംസ്കാരിക സംഘടനകളുടെയും ഇല്ല, പിന്നെ മതസംഘടനകളുടെ ഇല്ലെന്ന് ജാതി സംഘടനകളുടെ ഇല്ല. എല്ലാം പരസ്യമായ സപ്പോർട്ട് ഇവയെല്ലാം എതിരുമായിരുന്നു. UDFനോ LDFനോ ആയിരുന്നു. LDFന് ഏറെക്കുറെ കുറവായിരുന്നു, എന്നാലും സജീവമായിരുന്നു. 2 പക്ഷത്തായിട്ടായിരുന്നു പോയത്. അതുകൂടാണ്ട് SDP നേരിട്ട് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹത്തിന്റെ ഒരു അസ്തിത്വം നിലനിർത്തി ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുന്നതെന്ന്. ഇതൊരു നമ്മൾ ഇങ്ങനെ കാണുന്നല്ലേ, 2 കാര്യമുണ്ട്. ഈ അൻവർ അല്ല ഇതിൽ പ്രസക്തമാകുന്നത്. അൻവർ ചോദിച്ച കുറേ ചോദ്യങ്ങളാണ്. അത് കേരള സമൂഹം എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത്, അത് മുസ്ലിം കമ്മ്യൂണിറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അൻവറിൻ്റെ ചോദ്യത്തിന് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളോ മുസ്ലിം സംഘടനകളോ പിന്തുണച്ചോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പൊതുവെ അങ്ങനെയാണല്ലോ ആദ്യം കണ്ടത്. കാരണം RSSനെതിരായിരുന്നു, സംഘപരിവാറിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അൻവറിനെതിരെ തന്നെയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി UDFനെ വളരെ കൃത്യമായിട്ട് പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തു. മറ്റ് ഇതര സംഘടന മുജാഹിദ് അടക്കമുള്ള, സമസ്ത അടക്കമുള്ള, EK സുന്നി അടക്കമുള്ളവർ, മറ്റേ ഇതിൽ കാന്തപുരം വിഭാഗം LDFനെ പിന്തുണച്ചു. അങ്ങനെ എല്ലാത്തരം വിഭാഗങ്ങളും വളരെ സജീവമായിരുന്നു. പിന്നെ ഉള്ളത് അൻവറിനെ പിന്തുണച്ച ആളുകൾ എന്ന് പറയുന്ന അവിടുത്തെ യുവാക്കളാണ്. രണ്ടാമത് അവിടുത്തെ മലയോര കർഷകരാണ്. അത് ഒരു സമൂഹത്തെ നിശ്ചയിക്കുന്ന 2 വിഭാഗങ്ങളെ അതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കർഷകർ, 2 യൂത്ത്. ആ യൂത്ത്, ഈ 2 വിഭാഗവും അൻവറിനൊപ്പമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് ജയിച്ചത് എന്നുള്ളതൊരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് കേരളം ചില ചോദ്യങ്ങൾ, അൻവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോഴും സജീവമാണെന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം LDFനും ഇല്ല, UDFനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ തെരഞ്ഞെടുപ്പ് മറ്റു രീതിയിൽ UDFന് വലിയ നിർണായകമായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും അതുപോലെ തൊട്ടടുത്ത് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുതായിട്ടും ഇതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ എല്ലാ മുന്നണികളും നോക്കി. ഇടതുപക്ഷത്തിനാകട്ടെ അവർ ഒരു 3ാം തുടർഭരണവും കൂടി ഇത് പിണറായിയുടെ നേതൃത്വത്തിലാണ്, അത് വരും എന്ന് പറയുകയും ആ 3ാം ഭരണം എന്ന് പറയുന്ന അവരുടെ പ്രചാരണത്തിന് സ്വരാജ് ജയിച്ചിരുന്നെങ്കിൽ അത് ആ രീതിയിലെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി തീരുമായിരുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാം LDFനും UDFനും PV അൻവറിനും ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ ഫലം വന്നപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ഇപ്പോൾ തുടർഭരണമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തൊരു സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സ്വരാജിന്റെ പരാജയമായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല. സ്വരാജിന്റെ പരാജയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാജയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്നാണ് എൻ്റെ അഭിപ്രായം. പല കാരണങ്ങൾ കൊണ്ട്. ഒരു പാർട്ടിയുടെ അകത്തു നിന്ന്
എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാൻ പാടില്ല എന്ന പരിമിതികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് CPM പോലൊരു പാർട്ടിക്കകത്ത് അതിൻ്റെ ഒരു അംഗത്തിന് സെക്രട്ടേറിയറ്റ് മെമ്പർ ആണെങ്കിലും MLA ആണെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗമാണെങ്കിലും ഒക്കെ ഒരു പരിമിതിയുണ്ട് പറയുന്നതിന്, അഭിപ്രായങ്ങൾ പറയുന്നത്. ആ പരിമിതിക്കകത്തെല്ലാം നിന്ന് ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കൃത്യമായ നിലപാടുകൾ പറഞ്ഞ മതേതരത്വത്തിന്റെ കാര്യത്തിലും വർഗീയതക്കെതിരായ കാര്യത്തിലും സാമ്രാജ്യത്വത്തിനെതിരായ നിലപാടിന്റെ കാര്യത്തിലുമെല്ലാം പലരും പറയാൻ മടിക്കുകൂടി ചെയ്യുന്ന, ഇപ്പൊ പാലസ്തീൻ പ്രശ്നത്തിലടക്കം സ്വരാജിന്റെ പല പ്രസ്താവനകളും വലിയ വിവാദങ്ങളാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നിലപാടുകളുണ്ട് എന്ന് പറയുകയും അത് പറയാൻ കഴിയുന്ന എല്ലാ കാര്യം പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് നിലമ്പൂരിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ഒരു കാര്യം കൂടി പറയാം, സ്വരാജ് അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിലും ദയനീയമാകുമായിരുന്നു പരാജയം, ഇടതുപക്ഷത്തിന്റെ പരാജയം. ഇതിലിപ്പോ താങ്കൾ പറഞ്ഞ പോലെ സ്വരാജ് എന്ന് പറയുന്നത് കേരളത്തിലെ യുവ നേതാക്കളുടെ ഇടയിൽ അത്രയും നൈതികതയുള്ളൊരു രാഷ്ട്രീയ നേതാവ് വേറെയില്ല. നമുക്കിപ്പോൾ കണ്ണടച്ച് അംഗീകരിക്കാവുന്ന കാര്യമാണ്. അത്രയും വായനയും അത്രയും പഠനവും ലോക രാഷ്ട്രീയങ്ങളാകട്ടെ, ഇന്ത്യൻ പൊളിറ്റിക്സ് ആകട്ടെ, നമ്മുടെ ഒരു സെക്കുലർ കൾച്ചറിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു ബോധമൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ചോദ്യം ഇതാ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു ചർച്ച ചെയ്തത്? ആയിരുന്നു? ഒരിക്കലുമല്ല. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. അൻവർ രാജിവെക്കേണ്ട സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇതിൽ ചർച്ചയാണല്ലോ. അൻവറിന് ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അദ്ദേഹം ഒരു അഴിമതിക്കാരനായതുകൊണ്ടല്ല, സ്ത്രീപീഡന കേസിൽപ്പെട്ടതുകൊണ്ടല്ല, അദ്ദേഹം ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പണം പറ്റുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു അനാവശ്യമായ കാര്യങ്ങൾ, അതായത് തീർത്തും തെറ്റായ ഒരു കാര്യം പൊതുസമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും അദ്ദേഹത്തിലില്ല. അദ്ദേഹം പാർട്ടിക്കെതിരെയും പറഞ്ഞിട്ടില്ല. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ CPM എന്നൊരു പ്രസ്ഥാനത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ അദ്ദേഹം പുറത്തുപോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലുള്ള ഒരു ഉത്തരം വരുന്നതെന്ന് പറഞ്ഞാൽ, അൻവർ പോരാടിയിരുന്ന മറുനാടൻ ഷാജൻ സ്കറിയ എന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ അതൊരു പാർട്ടിയുടെ ആവശ്യമായിരുന്നു. CPMൻ്റെ അംഗങ്ങൾ നിരന്തരമായി ഇക്കാലമായ വർഷങ്ങളൊക്കെ CPMനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്ന മറുനാടൻ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഓരോ CPM പ്രവർത്തകനും ഇയാളെ കുരുക്കണമെന്നും ഇയാൾക്കെതിരെയുള്ളൊരു വികാരമുള്ളവരാണ് അടിസ്ഥാനപരമായിട്ട്. പക്ഷേ അതിന് ആ പാർട്ടി തയ്യാറാകാത്ത സ്ഥിതിക്ക് അൻവർ അതൊരു ഒറ്റയാൾ പോരാട്ടം ആ വ്യക്തിക്കെതിരെ നടത്തി. രണ്ടാമതൊരു കാര്യം, ഒരു IPS ഉദ്യോഗസ്ഥൻ്റെയാണ്. കറപ്റ്റഡ് ആയിട്ടുള്ള, സംഘപരിവാറുമായിട്ട് വളരെയധികം ബന്ധമുള്ള, തൃശ്ശൂർ പൂരം കലക്കിയ, അങ്ങനെ നിരന്തരം കുറ്റവാളി പട്ടികയിൽപ്പെട്ട ഒരു വ്യക്തിയെ അതുപോലെ പ്രമാദമായ കേരള സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അൻവർ അതിനെ ചോദ്യം ചെയ്തു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നൈതികതയുടെ ചോദ്യം. അത് നമുക്കതിനെ തള്ളി പറയാൻ പറ്റില്ല. അൻവർ ചോദിച്ച ഒരു കേസ് പോലും ഈ പറയുന്ന വ്യക്തിക്കെതിരെ നടത്തിയ ഒരാരോപണം പോലും തെറ്റായിരുന്നില്ല. മാത്രമല്ല 100% ശരിയാണെന്ന് കേരളം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല, ഒന്നും തെളിയിച്ചിട്ടില്ല. നടപടികൾ എടുക്കുകയാണ്. DGP പിന്നെ SP സ്ഥാനം തെറിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ അതെല്ലാം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ശരിയാണെന്ന് കാണിക്കുമല്ലേ ഇത്. അപ്പൊ അവിടെ പാർട്ടി എടുത്ത ഒരു നയമുണ്ട്. ഈ പറയുന്ന മറുനാടൻ സ്കറിയാണോ PV അൻവറാണോ ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇവരവിടെ നടത്തി. ADGP ആണോ വേണ്ടത്? അതുപോലെ തന്നെ ഇവിടെയും വെച്ചു. ADGP ആണോ ഈ പറയുന്ന കടന്നൽ രാജ PV അൻവറാണോ ഈ പാർട്ടിക്ക് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെയും വന്നു. ഈ രണ്ട് ചോദ്യത്തിലും പാർട്ടി എടുത്ത നിലപാട് എന്താ? ഉത്തരം താങ്കൾ പറയൂ. വേണ്ടത് അൻവറിനേക്കാളും അല്ല. അൻവർ എന്ന് പറയുന്നത് പരാമർശ വിധേയമേ അല്ല. പക്ഷെ ഇത് നഷ്ടപ്പെടാൻ പാടില്ലാത്തവരാണ്. തങ്ങൾക്ക് ഇത്രമാത്രം, അതായത് തങ്ങൾക്ക് ഇത്രമാത്രം അഭികാമ്യനും തങ്ങൾ ഇതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളുമാണെന്നുള്ള തുറന്നു പറഞ്ഞുകൊണ്ടുള്ള അയാൾക്ക് ഈ രണ്ടുപേർക്കും വേണ്ടിയിട്ട് പാർട്ടിയുടെ ചില വിങ്ങുകൾ, അധികാര വിങ്ങുകൾ
യുദ്ധത്തിനിറങ്ങിയതിന്റെ ഭാഗമാണ് ഈ അൻവറിനെ വെട്ടി നിർത്തുന്നത്. മാത്രമല്ല മറ്റൊരു അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പൊ അസി പറഞ്ഞ പോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റിദാൻ എന്നൊരു യുവാവിന്റെ മരണമാണ്. അത് യഥാർത്ഥത്തില് നമ്മള് ഈ പോലീസ് അരാജകത്വം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നിന്ന് പോലും കേൾക്കാത്ത ഭീകരമായ സംഭവം. ഒന്ന് അദ്ദേഹം കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തന്മാരുടെ പേരിലാണ് ഏൽപ്പിക്കപ്പെട്ടത്, ആരാണ് കൊന്നത്. മാത്രമല്ല അതിന് തുറന്നു വന്നത് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെ അത് അവിഹിത ബന്ധത്തിന്റെ പേരിലാണ് ഇത് കൊല്ലപ്പെട്ടതെന്ന് സമ്മതിക്കാൻ പോലീസ് അവരെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ വളരെയേറെ ദേഹോപദ്രവം ഉൾപ്പെടെ ഏൽപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. മറ്റൊന്ന് മാമി കൊലക്കേസ്. പക്ഷെ ആ കൊലക്കേസിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയില്ല. ഇതിനെല്ലാം അൻവർ ഉന്നയിച്ച ഒരു കാര്യം കൊലക്കേസിൽ പ്രതി കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതല്ല. ഒരു അധോലോകം പോലീസിനകത്ത് പ്രവർത്തിക്കുന്നു. ആ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു. ആ മാഫിയാണ് ഈ മാമി തിരോധാനത്തിന്റെയും അതുപോലെ മുഹമ്മദ് ഖാന്റെ കൊലപാതകത്തിന്റെയും കോഴിക്കോട് കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവറിന്റെ അത്തരം ആരോപണങ്ങളും അൻവർ ഒന്നുകൂടി പറഞ്ഞു, അതുകൂടി താങ്കൾ ചർച്ച ചെയ്യൂ. പാർട്ടിക്ക് ഈ ആഭ്യന്തര വകുപ്പിലോ ഈ പോലീസിലോ ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളത് MLA മാർക്കടക്കം പാർട്ടി സെക്രട്ടറിമാർക്കടക്കം അത് അദ്ദേഹം ചില തെളിവുകളൊക്കെ ഉദ്ധരിച്ചു. തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു. അവരെല്ലാം നിസ്സഹായരായി മാറി. അതായത് ഈ ആഭ്യന്തര വകുപ്പിന് കീഴിൽ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന അദ്ദേഹം ആരോപണമില്ല. ഈ ആരോപണം എല്ലാം ഉന്നയിച്ച് അദ്ദേഹം പുറത്തു വന്നിട്ടാണ് പ്രതിഫലനമായിട്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം തൃണമൂൽ കോൺഗ്രസ് ഒക്കെ രൂപീകരിക്കാൻ ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എടുത്ത ചില രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ UDF-ഉമായി ഉണ്ടാകുന്ന ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ പല ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. പല മാറിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദിച്ചുകൊണ്ടാണ് PV അൻവർ ഈ പറയുന്ന മന്ത്രിസഭ ഈ പറയുന്ന മുന്നണിയിൽ നിന്ന് പുറത്തു വരുന്നത്. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇയാൾക്ക് അവരുടെ കൂടെ കൂടിയിട്ട് ഇരുന്നെങ്കിൽ ഇയാളുടെ MLA സ്ഥാനം പോകില്ല, അടുത്ത സിറ്റിംഗ് സീറ്റ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുമായിരുന്നു, കൂടുതൽ പരിഗണന കിട്ടിയതിന് പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഇനി അൻവർ വീഴുമോ വാഴുമോ എന്നുള്ളതല്ല, അൻവർ നാളെ ഇതിൻ്റെയൊക്കെ ഭാഗമാകാം, ഈ മുന്നണിയുടെ ഒക്കെ ഭാഗമാകും. അതല്ലാതെ ഒരു സ്ഥിരം രാഷ്ട്രീയ നല്ല അവസരവാദ രാഷ്ട്രീയക്കാരനാണ് എന്ന് നമ്മൾ അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങളൊക്കെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പിണറായിക്കെതിരായി ഉയർത്തിയ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരായി ഉയർത്തിയ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കും നിലപാടുകൾ അടിക്കടി ചാഞ്ചാട്ടം ഉണ്ടാവുകയും അദ്ദേഹം നല്ലൊരു അവസരവാദിയാണ് എന്നും കൂടി പറയാവുന്ന രീതിയിലല്ലേ കഴിഞ്ഞ. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഗംഭീരമായ ഒരു ചോദ്യമാണ്. ഇവിടെ നേരത്തെ ഉത്തരമല്ല, അതിൽ 2 കാര്യങ്ങളുണ്ട്. അൻവർ എന്ന വ്യക്തിയും അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളും. അൻവർ ഒരു രാഷ്ട്രീയക്കാരനാണ്, മറ്റേതൊരു രാഷ്ട്രീയക്കാരനാണ്, പയറ്റി തെളിഞ്ഞ അത്യാവശ്യം അടിതടയൊക്കെ അറിയാവുന്നതാണ്. അതല്ല എങ്കിൽ നിലമ്പൂരിൽ അയാൾ ജയിക്കാൻ പോകുന്നില്ല. നിലമ്പൂർ പോലെയുള്ള ഈ പറയുന്ന ആര്യാടൻ കുടുംബത്തിൻ്റെ ഒരു 80% കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കോൺഗ്രസ് കോട്ട. കോൺഗ്രസും അല്ല, അത് ആര്യാടൻ കോട്ടയാണ്, കോൺഗ്രസ് അല്ല അവിടെ. ആ കോട്ടയിൽ അൻവർ അത് പിടിച്ചെടുക്കണമെങ്കിൽ അത് CPM-ന്റെ കൈക്കരുത്ത് കൊണ്ടോ ഇതുകൊണ്ടല്ല. ഇപ്പൊ ഈ റിസൾട്ട് വന്ന തീർച്ചയായിട്ടും ഇന്നലെ വരെ ഈ അൻവർ നിസ്സാരമായി തള്ളിക്കളയും, അദ്ദേഹം നിലമ്പൂരിൽ ഒരു ചലനം ഉണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞ ഇടതുപക്ഷ 2000 വോട്ടാ പറഞ്ഞത്. ഇടതുപക്ഷ ക്യാമ്പയിൻ മൊത്തം ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് സീറ്റല്ല, UDF-ന്റെ സീറ്റ് പിടിച്ചു, ഞങ്ങൾ ആ സീറ്റ് നേടിയത് അൻവർ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് അൻവറിന്റെ പിൻബലത്തിലാണ്. അങ്ങനെയല്ലല്ലോ മുമ്പ് പറയുന്നത്. അല്ല, മുൻപ് പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ ദാനമാണ് അൻവറിന്റെ MLA പട്ടം എന്നല്ലേ പറഞ്ഞത്. ഇന്നിപ്പോ അവര് മാറ്റി പറഞ്ഞു കൊടുക്കേണ്ടത് അൻവർ പിടിച്ച വോട്ട് അൻവർ പിടിച്ചു, അൻവർ കൊണ്ടുവന്ന സീറ്റ് അൻവർ തന്നെ അൻവർ ആ പാർട്ടിക്ക് ഗുണമൊന്നും ചെയ്തിട്ടില്ലേ. ഇപ്പോൾ അവർ പറയുന്നതാണ്. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പൊ അവർക്ക് അൻവറിന്റെ സ്വാധീനം അംഗീകരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്നറിയോ? അൻവറിനെ പിന്തുണച്ചത് കൊണ്ടാണ്, അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കൊണ്ടാണ് ജയിച്ചതെന്ന് ഇപ്പൊ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ അൻവർ അദ്ദേഹത്തിന്റെ ആ പഴയ ശക്തി MLA ആയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം അസ്തിത്വം, സ്വന്തം വോട്ട് ബാങ്ക്,
അദ്ദേഹം നിലനിർത്തി എന്നുള്ളതാണ്. അവിടെ വേറൊരു രീതിയും കൂടെ പറയാം. ഈ അൻവർ ഉയർത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഘം, മലപ്പുറം ഒക്കെ കേന്ദ്രീകരിച്ചാണല്ലോ അദ്ദേഹം പ്രധാനപ്പെട്ട പ്രശ്നം കൊണ്ടുവന്നത്. മാത്രമല്ല മലപ്പുറത്ത് നിന്ന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയം വലിയ ഗൗരവമേറിയ വിഷയമാണ്. തീർച്ചയായിട്ടും അതെ. കാരണം മലപ്പുറം വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഒരു ക്രിമിനൽ ജില്ലയാക്കി മാറ്റാൻ പോലീസിന്റെ ഇടയിൽ ഒരു ഗൂഢസംഘം കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ 3.5 വർഷത്തെ സുജിത് ദാസിന്റെ പല കേസുകളും നിന്നിട്ട് ക്രിമിനൽ കേസുകളുടെ ഇരട്ടിയായി വർദ്ധിച്ചു. അപ്പൊ അതിന്റെ അപകടം ഭയങ്കര അപകടമാണ്. കാരണം ഒരു ജില്ലയെ ക്രിമിനൽവൽക്കുക എന്നല്ല, അതിനു വേണ്ടി എത്രയോ യുവാക്കളെ, അവരുടെ ഭാവിയും അവരുടെ ജീവിതവും ഒക്കെ തകർക്കണം. ഇങ്ങനെ കേസുകളുടെ എണ്ണം കൂടണമെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവന്നത് സുജിദാസിന്റെ തൊപ്പി തെറിപ്പിച്ചത് PV അൻവർ. ആ രീതിയിൽ മലപ്പുറം പോലൊരു ജില്ലക്കകത്ത് അദ്ദേഹം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് നേടുമ്പോൾ ഒരുപാട് സംഘടനകളുടെ സഹായം കിട്ടേണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം മത രാഷ്ട്രീയ സംഘടനകളുടെ സഹായം കിട്ടേണ്ടത്. ഇത് ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റാ. അവിടെ അൻവറിന് കിട്ടിയ വോട്ടുകൾ ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളുടെ വോട്ടുകൾ, അതൊരു മഹാഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. 2 മലയോര കർഷകരുടെ ആ ഒരു മേഖലയിലാണ് അദ്ദേഹം പിടിച്ചു നിന്നത് ഈ കാണുന്നത്. പക്ഷെ ഇവിടെ കാണേണ്ടത് ഈ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ജമാഅത്ത് ഇസ്ലാമി അടക്കം ഈ സുന്നികളടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ അവസരവാദപരമായ നിലപാടുകളാണ്. ഇവരെപ്പോഴും അധികാരത്തിൻ്റെ ഒപ്പം നിലനിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നവരാണ്. അവർക്ക് അടിസ്ഥാനപരമായ മുസ്ലിം താല്പര്യങ്ങളോടൊന്നും വലിയ പ്രതിപത്തിയൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഭരണം ഈ ഇടത് സംഘടനയിലായതുകൊണ്ട് അതിൻ്റെ കൂടെ ചേക്കേറിയ കുറേയേറെ മുസ്ലിം സംഘടനകളുണ്ട്. ഇവിടെ ഇടം കിട്ടാത്തതുകൊണ്ട് അടുത്ത വട്ടം UDF വന്നാലോ എന്ന് വിചാരിച്ച് അവരുടെ കൂടെ ചേർന്ന കുറേയേറെ മുസ്ലിം സംഘടനകളുമുണ്ട്. ഇതല്ലാതെ ഇവിടുത്തെ അടിസ്ഥാനപരമായ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ നേരത്തെ പറഞ്ഞ നൈതികമായ ചോദ്യങ്ങൾ, മലപ്പുറത്തിൻ്റെ വിഷയവും ഈ പറയുന്ന പോലീസിലുള്ള ഗുണ്ടാവിളയാട്ടങ്ങൾ, ക്രിമിനൽ വൽക്കരണം, സംഘവൽക്കരണം, ഇങ്ങനെ അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളെയും ഇവർ പരാമർശിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഈ തെരഞ്ഞെടുപ്പ് കുറച്ച് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അടക്കം കുറച്ച് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഞങ്ങളുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ജനകീയ പ്രശ്നം ഉയർത്തിയ, ഇത് മാത്രമല്ല പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം, അതുപോലെ മലയോര മേഖലയിലെ മറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണല്ലോ PV അൻവർ. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയുടെ ഒപ്പം നിൽക്കണോ, അതല്ല ഈ ഭരണവിരുദ്ധ വികാരം ഉൾക്കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ UDFന് വോട്ട് ചെയ്യണോ എന്നൊരാശയക്കുഴപ്പം ഒരുപാട് ആളുകളിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ തീരുമാനിച്ചത് അൻവർ ജയിക്കില്ല, അതുകൊണ്ട് അൻവറിന് വോട്ട് ചെയ്താലും അത് നല്ലൊരു പ്രചാരമായിരുന്നു. 2000 വോട്ട് കിട്ടുന്ന ഒരാളെന്നുള്ളതായിരുന്നു പ്രചാരം. കാര്യമില്ല, ഈ അൻവറിന് ഇത്ര വോട്ടല്ല അൻവർ ഉയർത്തിയ വിഷയത്തിന്റെ അടിസ്ഥാനം കിട്ടേണ്ടത്. പക്ഷെ ആളുകൾ കണ്ടത്, ഇപ്പോൾ അൻവർ തന്നെ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞു, കുറച്ച് വോട്ടുകൾ പല രീതിയിൽ വഴിമാറിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അൻവറിന് കിട്ടേണ്ട വോട്ട്, അൻവർ ഒരു മുഖ്യ മത്സരത്തിലേക്ക് ഒരിക്കലും വന്നില്ല. അതായത് LDF UDF എന്ന നിലക്ക് തന്നെയാണ് തുടക്കം മുതൽ മത്സരം മുൻപോട്ട് പോയി. LDF UDF എന്ന നിലക്ക് മത്സരം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വോട്ടുകൾ ഈ 2 മുന്നണികളിലേക്ക് കേന്ദ്രീകരിക്കുകയും മൂന്നാമത് മത്സരിക്കുന്ന ഒരാൾ കുറേയൊക്കെ അവഗണിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ പോലും UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ UDF ഇപ്പോൾ അദ്ദേഹത്തെ എടുക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കണോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുകയാണല്ലോ. പക്ഷെ UDF ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം അത് തുടർ ഭരണത്തിനെതിരായ ഒരു ഊർജ്ജമാണ്, അല്ല തുടർ ഭരണം വരാതിരിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ഊർജ്ജമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഊർജ്ജം ഇപ്പൊ എവിടുന്നാ കൊടുത്തത്? ഊർജ്ജം ഈ ഊർജ്ജം ഇപ്പൊ എവിടുന്നാ കിട്ടിയത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതാരാ? PV അൻവറാണ്. അങ്ങനെയാണെങ്കിൽ തുടർഭരണം വരാതിരിക്കുന്നതിന്, കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് സഹായകരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ച PV അൻവറിനെ കൂടെ നിർത്തിപ്പോകാൻ ഇനിയെങ്കിലും
എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാഹചര്യം അല്ല ഞാൻ പറയുന്നത്. ഈ ആ രീതിയിൽ ഇപ്പോ നിലമ്പൂരിൽ മാത്രമല്ല, ഇനി പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെതായ സ്വാധീനമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തന്നെ പല പഞ്ചായത്തുകളും UDFന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെതായ പങ്കുണ്ട്. ഇപ്പൊ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ, CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ കേന്ദ്രമെന്നായി മാറിയെന്നാണ്. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒക്കെ അൻവർ വന്നതിന് ശേഷമാണ് ഇടതുപക്ഷം ജയിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൂടെ നിർത്തണോ എന്നുള്ളത് ഒരു സംശയമില്ലാതെ UDF സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ നിലപാടല്ലേ. അവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, UDFൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ? ഒരു ആൾക്കൂട്ടം മാത്രം പരസ്പരം തല്ലുന്ന, മൈക്കിന് മുമ്പിൽ തെറി വിളിക്കുന്ന, യാതൊരുവിധ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലീഡറുടെ യാതൊരു ഗുണങ്ങളുമില്ലാത്ത കുറച്ച് കവലക്കൂട്ടങ്ങൾ മാത്രമായിരുന്നു നാളെ ഈ പറയുന്ന UDFന്റെ നേതൃത്വം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഇവരോടുള്ള താല്പര്യമില്ലായ്മയുടെ കാരണം ഇത് തന്നെയാണ്. കഴിഞ്ഞ നോക്കൂ, ഷൗല് നോക്കൂ, ഈ കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയിലെ ഇവരുടെ പ്രതിപക്ഷത്തിൻ്റെ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന സമരം ഏതായിരുന്നു എന്നറിയാമോ? വന്യജീവി സംഘർഷങ്ങൾക്കെതിരായിട്ട് അൻവർ ഉയർത്തിയ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ മലയോര മേഖലകളിലൂടെ UDF നടത്തിയ പദയാത്ര, മറ്റേ വാഹനജാഥ, ഈ ഒരു ക്യാമ്പയിനിലെ ആളുകളുടെ പങ്കാളിത്തം ശ്രദ്ധിച്ചിരുന്നു? അതിൻ്റെ വിജയം കണ്ടായിരുന്നു? 10,000-കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. അൻവർ ഇത് രാജിവെച്ച് UDFലേക്ക് ചേരുന്നതോടുകൂടിയിട്ടാണ് ചത്തപട്ടി എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രതിപക്ഷങ്ങൾ അടുത്ത ഒരു തുടർ ഭരണത്തിന് അല്ലെങ്കിൽ അടുത്ത തുടർ ഭരണത്തിന് എല്ലാ സാധ്യതകളും ഒരുങ്ങി ഒരു പ്രതിപക്ഷമില്ലാതെ വീണ്ടും ഈ പറയുന്ന അതേ ഗവൺമെൻറ് വീണ്ടും ഭരണത്തിൽ ഏറുമെന്ന് പറഞ്ഞിരുന്ന ഒരു അവസരത്തിൽ ഇതിനൊരു ഒരു സംവിധാനം ഉണ്ടാക്കുന്നതും ഇതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാക്കുന്നതും ഈ പറയുന്ന ഭരണത്തെയും മുഖ്യമന്ത്രിയെയൊക്കെ തുടർച്ചയായിട്ട് കടുത്ത രീതിയിൽ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തത് PV അൻവറാണ്. ഇതിനൊരു നേതൃത്വം കൊണ്ടുവരുന്ന PV അൻവറാണ്. ഇയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് 10,000-കണക്കിന് UDFകാർ തടിച്ചുകൂടി ഈ യാത്രയിൽ. അങ്ങനെയാണ് പ്രതിപക്ഷത്തിന് ഒരു ഊർജവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്നത്. UDF നേതാക്കളും എല്ലാം അടങ്ങുന്ന ഒരു കൂട്ടായ്മ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ഈ മുന്നണി ബന്ധത്തിന്റെ പേരിൽ തകരുന്നത് വരെ അവർ തമ്മിലുണ്ടായിരുന്നു. തന്നെ ഒരു വിലയിരുത്തലാസി ഒരു കാര്യം പറയാം. PV അൻവർ UDFനോടൊപ്പം ചേർന്ന PV അൻവറിന് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച് കിട്ടുന്ന വോട്ടിനേക്കാളേറെ പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എത്ര വോട്ടാണെന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയില്ല. കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്വീകാര്യതയാണ്. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളുടെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിൽ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്, സംഘപരിവാറിനെ എതിർക്കുന്ന ആളുകളുണ്ട്, പിണറായിയുടെ പോലീസ് നയത്തെ എതിർക്കുന്ന ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ നിലമ്പൂർ ഇപ്പോൾ 19,000-ലേറെ വോട്ട് പിടിച്ചതാണോ, അല്ലെങ്കിൽ മറ്റേ ചേലക്കരയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് പിടിച്ചതാണോ എന്നുള്ളതല്ല. അൻവർ UDFന്റെ ഭാഗമായി വന്നാൽ കേരളമാകെ അൻവർ ഉയർത്തിയ, പിണറായി വിജയന്റെ ഭരണത്തിനെതിരായി ഉയർത്തിയ, അദ്ദേഹം ഉന്നയിക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം വളരെ ശക്തമാണ്. ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുണ്ട്, എഴുത്തുകാരുണ്ട്, പ്രാസംഗികരുണ്ട്, സ്വതന്ത്രരായ ആളുകളുണ്ട്. ഈ UDF മുന്നണിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നല്ലോ, അദ്ദേഹം മുന്നണിയിൽ വന്നാൽ അതിൻ്റെ വലിയ നേട്ടം ഈ UDFനുണ്ടാവും. രണ്ടാമത്, ആ രീതിയിൽ അൻവറിനും ഇപ്പോൾ ഒരു മുന്നണി, കേരളത്തിലെ രാഷ്ട്രീയ ചേരി എന്ന് പറഞ്ഞാൽ LDFും UDFും എന്ന നിലയ്ക്കാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അധികാരത്തിലേക്ക് മാറി വരും. അദ്ദേഹം ആ മുന്നണിയുടെ ഭാഗമായി വന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉണ്ടാക്കിയ തൃണമൂൽ കോൺഗ്രസിനും അതിൻ്റെതായ നേട്ടമുണ്ട്. ഈ UDF നേതാക്കൾ ഇതുപോലെ ഒരു ആശയപരമായ അദ്ദേഹത്തെ എടുക്കണോ വേണ്ടേ, അദ്ദേഹം നമുക്ക് ഗുണമാണോ ദൂഷ്യമാണോ, അദ്ദേഹം നാളെ അത് വിളിച്ചു പറയുമോ ഇത് വിളിച്ചു പറയുമോ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിനൊന്നും വലിയ കാര്യമില്ല. ഒരു നേതാക്കൾ ശരിക്കും ബോധപൂർവം ആലോചിച്ചാൽ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ രാഷ്ട്രീയമായ തീരുമാനമെടുത്താൽ അൻവറിനെ കൂട്ടുന്നത് UDF. അപ്പൊ അതിൻ്റെ ഇടയിൽ വേറൊന്നും കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ജയിച്ചായിരുന്നെങ്കിൽ ഈ അപ്രസക്തമാവുന്ന ആരായിരുന്നു എന്നറിയാമോ? ആരായിരുന്നു? അൻവർ അപ്രത്യക്ഷമാവും. പിന്നെ എത്ര വോട്ട് പിടിച്ചാലും ഇതാവില്ല, UDFനെ തോപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല.
പിണറായി സത്തിനെതിരെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടാണ്. ആ നിലപാട് ഇടതുപക്ഷത്തിനെതിരെ എടുത്ത നിലപാടാണ്. അത് ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവർ തോറ്റു. യഥാർത്ഥത്തിൽ 100% അൻവർ തോക്കും. അൻവർ പല രീതിയിൽ ഷൗക്കത്തിനെതിരെയൊക്കെ പറഞ്ഞെങ്കിലും ആത്യന്തികമായിട്ട് പി വി അൻവറിന്റെ നിലനിൽപ്പിനാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന 77,000 വോട്ടും 66,000 വോട്ടും 19,000 വോട്ടിന്റെ ഒക്കെ ആ ഒരു കാറ്റലോഗ് ഇങ്ങ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, പി വി അൻവർ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഷൗക്കത്ത് തോറ്റുപോവുകയായിരുന്നു. അതാണ് യഥാർത്ഥമായ അവിടുത്തെ ചിത്രം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത്. പി വി അൻവർ പിടിച്ചതിൽ പി വി അൻവർ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഷൗക്കത്ത് അവിടെ തോറ്റുപോകുമായിരുന്നു. അപ്പൊ നമ്മള് ഈ അപ്പൊ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് എത്താവുന്ന അവസാനത്തെ നിഗമനം ഇതൊരു പിണറായിസത്തിനെതിരായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ്. അൻവറിന്റെ രാഷ്ട്രീയ വിജയമാണ്, UDFന്റെ വിജയമാണ്. അതോടൊപ്പം കൂട്ടി പറയാൻ സ്വരാജിന്റെ പരാജയമല്ല എന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതെല്ലാം അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയട്ടെ. യഥാർത്ഥത്തിൽ ഈ വിജയത്തെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രണ്ട് മുന്നണികൾക്കും അപ്പുറം കേരളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട്. ഈ രണ്ട് മുന്നണികളെയും നിലവിലുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെ ഒരു തരം ഗതികേടുകളാണ്. ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ ഇത്ര ശക്തമായ ഒരു 4-5 കോൺ മത്സരത്തിൽ അൻവർ പിടിച്ച വോട്ടുകൾ, അൻവറിന് ലഭിച്ച വോട്ടുകൾ അൻവർ എന്നൊരു വ്യക്തിക്ക് മാത്രമല്ല, അതൊരു കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം മുന്നണിക്ക്, അതായത് തൃണമൂല് പശ്ചിമ ബംഗാളിൽ ഉയർന്നു വന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ തീരെ അധപ്പതിച്ചു പോയ രണ്ട് മുന്നണികൾ, കോൺഗ്രസ് ആയിക്കോട്ടെ CPM, അതിനിടയിൽ നിന്ന് ഈ പറയുന്ന മമതാ ബാനർജി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സ്പേസ് ഉണ്ട്. അതൊരു നൈതിക രാഷ്ട്രീയത്തിൻ്റെ, ആ ഒരു നൈതിക രാഷ്ട്രീയത്തിൻ്റെ സ്പേസ് കേരളത്തിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും, ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും രൂഢമായിട്ടും ഗാഠമായിട്ടും വ്യാപകമായും നിലനിൽക്കുന്നുണ്ട് എന്ന സത്യം തന്നെയാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വേറൊരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു മൂന്നാം ബദലിനേക്കുള്ള ഒരു നീക്കവും ഇപ്പൊ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, അൻവർ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ഞാൻ ശക്തമായി വിയോജിപ്പുള്ള ഒരാളാണ്. എന്താണ് അദ്ദേഹം അസീസ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു മൂന്നാം ബദൽ കെട്ടിപ്പടുക്കാനുള്ള രാഷ്ട്രീയ പറഞ്ഞല്ലോ നിലപാടല്ല അദ്ദേഹത്തിന്റെ നിലപാട് അത്തരം ഒരു മൂന്നാം ബദലിന് അനുകൂലവുമല്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, മുന്നണി വിട്ടു വന്നതിന് ശേഷം DMKO തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി. ഷാൽ പറയുന്നതിനോട് ഞാൻ 100% യോജിച്ചുകൊണ്ട് പറയട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ആ സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. അവിടെ അത് തന്നെ ഞാൻ പറയാൻ വന്നത്. അതായത് PV അൻവറിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായില്ല, ഒരിക്കലും ഇല്ല. അതൊരു രാഷ്ട്രീയക്കാരൻ, തികഞ്ഞ രാഷ്ട്രീയക്കാരൻ. ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അവിടെ ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു മൂന്നാം ബദലിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം ഈ ഇടതുപക്ഷ സ്വതന്ത്രം നൽകി പുറത്തു വന്നിട്ട് അദ്ദേഹം എടുത്ത ചില പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ട്. അതായത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നെക്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ UDFനകത്തും LDFനകത്തും ഉള്ളവർ ഇവിടെ ഒരു അധോലോകമാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കണ്ടത് UDF പാളയത്തിൽ. അതേ നമ്മളെല്ലാം അദ്ദേഹം പറയുന്ന നെക്സസ് ആയി കണക്ക് കൂട്ടുന്ന നേതാക്കന്മാരുള്ള അതേ പാളയത്തിൽ നേതാക്കന്മാരുടെ ഓഫീസുകളും കയറി ഇറങ്ങിയിട്ട് UDFലേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ മൂന്നാം ചേരി എന്ന് പറയുന്നത് LDFനും UDFനും എതിരായ ഒരു ബദലിന്റെ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അവിടെ ഉണ്ടത്, ആ സ്പേസ് ഇവിടെ ഉണ്ട്. ആ സ്പേസ് എന്ന് പറയുന്നതിന് ആ സ്പേസിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. അതായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. കാരണം ഞാൻ പറയുന്നത്, ബംഗാളിൽ ഇടതുപക്ഷം തകർന്നു, ബംഗാളിൽ കോൺഗ്രസും തകർന്നു. ഈ കോൺഗ്രസും ഇടതുപക്ഷവും തകർന്ന സ്പേസിലേക്കാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും കയറി വന്നത്. കേരളത്തിൽ ഈ രണ്ടിനുമെതിരായ അസംതൃപ്തരായ ആളുകളെയും അല്ലാത്ത സ്വതന്ത്രരായ ആളുകളെയും രാഷ്ട്രീയ നിലപാട് എടുക്കാൻ സാധ്യതയുള്ള ആളുകളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ. ആ മൂന്നാം മുന്നണിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു. കാരണം CPMനോ ഇടതുപക്ഷത്തോ മാത്രം അസംതൃപ്തരായ ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു മൂന്നാം ബദൽ ഉണ്ടാവില്ല.
അവരുടെ പാർട്ടിയുടെ പ്രവർത്തകരെ അനുഭാവികളും മാത്രമായ അസംതൃപ്തരായ ആളുകൾ വന്ന് അവിടെ മൂന്നാം ബദൽ ഉണ്ടാവില്ല. ഇവിടെ മൂന്നാം ബദൽ ഉണ്ടാകണമെങ്കിൽ UDF-നകത്ത് അസംതൃപ്തിയോട് ചേരാൻ പറ്റുന്ന തീർച്ചയായിട്ടും വരണം. ആ UDF-നകത്ത് അസംതൃപ്തരെ UDF-നോടൊപ്പം നിന്ന് ചേർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? UDF-ന്റെ ഭാഗമായി നിന്ന് UDF-നെ പിന്തുണച്ചുകൊണ്ട് ഏറ്റവും വലിയ അനുഭാവികളുള്ള UDF-നാണ്. LDF-നേക്കാൾ കൂടുതൽ ആളുകൾ ഒരു ബദലിനകത്ത് ചേരാനുള്ളത് UDF-നകത്താണ്. ആ UDF-ന്റെ പല കക്ഷികൾക്കകത്താണ്, ഘടകകക്ഷികളിനകത്താണ്. അവര് UDF-നോടൊപ്പം നിന്ന് ഒരു മൂന്നാം ബദൽ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അൻവർ ഇപ്പൊ ചെയ്യുന്നത് കേരളത്തിൽ അദ്ദേഹം പലരും പ്രതീക്ഷിച്ചതുപോലെ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ടുവന്ന ഒരു മൂന്നാം ബദൽ ഉണ്ടാക്കുന്നതിന് അദ്ദേഹം തന്നെ തടസ്സമായി. താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റ് ആണ്. ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം UDF-ന്റെ പക്ഷം ചേർന്നതുകൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ DMK ഉണ്ടാക്കുന്ന DMK ചേരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു ബദൽ വരുമെന്നാണ്. ഇപ്പൊ UDF-നോടൊപ്പം ചേരാൻ ഒരു വലിയ തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻവറിന് UDF ചേരാൻ എന്തിനായിരുന്നു തൃണമൂൽ കോൺഗ്രസ്? അൻവറിന് UDF ചേരാൻ എന്തിനാ DMK? അദ്ദേഹത്തിന്റെ MLA സ്ഥാനവും മന്ത്രിയും സ്ഥാനവും കിട്ടാൻ പോലും ഒരു പുതിയ പാർട്ടിയുടെ ആവശ്യമുണ്ട്. കേരളത്തിലൊരു പുതിയ പാർട്ടിക്ക് യാതൊരു UDF-നോടൊപ്പം LDF-നോടൊപ്പം നിൽക്കുന്ന ഒരു ഘടകകക്ഷി പാർട്ടിയുടെ ആവശ്യമില്ല. കേരളത്തിൽ UDF-നോടൊപ്പം LDF-നോടൊപ്പം നിൽക്കുന്ന ഒരു കക്ഷിയുടെ സാധ്യത ഇവിടെ ഇല്ല. അത് ആർക്കും ഉണ്ടാക്കാൻ പുതിയ മുന്നണിയിൽ അവരുടെ പാർട്ടിയിൽ പലരും ചേരുന്നുണ്ട്. മുന്നണിയിലും പുതിയ ആളുകൾ വരുന്നുണ്ട്, പുതിയ ഘടകകക്ഷികൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, പിളരുന്നുണ്ട്. ഇവിടെ അത്തരം ഒരു സാധ്യതയല്ല വേണ്ടത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കോർ ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്പേസിനെ വിനിയോഗിക്കുന്നതിന് മമതയെ മാതൃകയാക്കി ചെയ്തായിരുന്നെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏറെക്കുറെ ഇല്ലാതായി. അദ്ദേഹത്തിൻ്റെ UDF രംഗപ്രവേശനത്തോടു കൂടിയിട്ട് അത് പരിപൂർണമായും ഇല്ലാതാകും. അപ്പോൾ നമുക്ക് ചുരുക്കാം. നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് മകൻ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് നല്ല ഭാവി ഉണ്ടാകട്ടെ. മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.